ഇന്ന് വൈകുന്നേരത്ത് നല്ല മഴ പെയ്യും വിചാരിച്ചു. പക്ഷെ എവിടെ ഒന്ന് ചാറി അങ്ങോട്ട് പോയി. അതുകൊണ്ട് ചെടിയൊന്നും നനച്ചില്ല കേട്ടോ. ഇനി നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും വെയിൽ കൊണ്ട് വാടുമെന്ന് അറിയില്ല. രാവിലെ ജസ്റ്റ് ഒന്ന് നല്ല പെട്ടെന്ന് വാടുന്ന ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നനച്ച് വിടണം. അപ്പോൾ ഒന്ന് മഴച്ചാറ്റിൽ കൊണ്ട് നിൽക്കുന്ന ചെടികളെ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ആമ്പൽ ചെടിയിൽ കണ്ടോ പായൽ, ഈ പായൽ വന്നാൽ തന്നെ നശിച്ചു പോകും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കോലുകൊണ്ടൊക്കെ ഒന്ന് നീക്കി. അതേപോലെ ഒരു 2, 3, 4, 5 മുട്ടുകളും ഉണ്ട് കേട്ടോ. 2 പൂത്ത് നിൽക്കണമുണ്ട്. അത് വൈകുന്നേരം ആകുമ്പോഴേക്ക് വാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പായലാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വൈകുന്നേരത്തെ മുറ്റടിച്ചോരലൊക്കെ കഴിഞ്ഞു. ഞാൻ മഴ പെയ്യുന്നതിന് മുമ്പ് അടിക്കാൻ വിചാരിച്ചിരുന്നു. അപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ വേഗം പിന്നെ മഴച്ചാറ്റിൽ കഴിഞ്ഞതും മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കിയിട്ടു. പിന്നെ ദാ നമ്മുടെ രാജമല്ലി ഏകദേശം വിരിയാൻ പാകമായിട്ടുണ്ട്. പിന്നെ മഴ നനഞ്ഞ് നിൽക്കുന്ന പൂക്കളെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അല്ലേ. പൂവും കനകാമ്പരപ്പൂവും അതേപോലെ നല്ല ഭംഗിയുള്ള ചുവന്ന ചെമ്പരത്തിയും ഒരു പ്രത്യേക ഭംഗിയാണല്ലേ മഴച്ചാറ്റിൽ വന്നാൽ. നല്ല മണം ഇരുന്നു കേട്ടോ. നമ്മുടെ മണ്ണിൻ്റെ മണവും ഒരു പ്രത്യേകതയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആസ്വദിക്കാറുണ്ടോ മഴ പെയ്യുമ്പോൾ? ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ ചെടീൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പുല്ലൊക്കെ പറിക്കാണ്ടിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോൾ ഓക്കെ, താങ്ക് യു.